ത്യാഗസ്മരണകൾ ഉണർത്തി ഇന്ന് ബലിപ്പെരുന്നാൾ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പുത്തനുടുപ്പും മൈലാഞ്ചി മൊഞ്ചുമൊക്കെയായി പെരുന്നാളിനെ വരവേൽക്കുകയാണ് കേരളത്തിലെ വിശ്വാസികൾ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ അഥവാ ബക്രീദ് ആഘോഷിക്കുന്നത്. ഉദ്ഗാഹുകളും പള്ളികളും കേന്ദ്രീകരിച്ചാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുന്നത്. നമസ്കാരങ്ങൾക്ക് ശേഷം ബലികർമ്മവും നടത്തും. സംഘടിതമായും ഒറ്റയായും മഹല്ലുകൾ കേന്ദ്രീകരിച്ചും ബലികർമ്മങ്ങൾ നടത്താറുണ്ട്. ഇബ്രാഹിം നബിയുടെ ത്യാഗസന്നദ്ധത കണ്ട് മകന് പകരം ആടിന് ബലി നൽകാൻ ദൈവത്തിന്റെ സന്ദേശം ലഭിക്കുകയായിരുന്നു. ഈ ഓർമ്മയിലാണ് മൃഗങ്ങളെ ബലി നൽകുന്നത്. ഈ ദിനത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സക്കാത്ത്. വീട്ടിലെ ഗൃഹനാഥൻ അംഗങ്ങളുടെ എല്ലാവരുടെയും എണ്ണം കണക്കാക്കിയതിനു ശേഷം സക്കാത്ത് നൽകാറുണ്ട്. പെരുന്നാൾ ദിനത്തിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന സന്ദേശത്തിന്റെ ഭാഗമായാണ് സക്കാത്ത് നൽകുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ച് കൈകളിലും കാലുകളിലും മൈലാഞ്ചി അണിയുന്നവർ ഏറെയാണ്. മൈലാഞ്ചിക്ക് അറബ് സംസ്കാരവുമായി ബന്ധമുണ്ട്. മരുഭൂമിയിലെ ചൂട് കാലാവസ്ഥയിൽ നിന്ന് ആശ്വാസമാകാൻ പണ്ട് കാലത്ത് മൈലാഞ്ചി ഉപയോഗിച്ചിരുന്നുവെന്നാണ് ചരിത്രം. സ്ത്രീകളായിരുന്നു മൈലാഞ്ചി ഉപയോഗിച്ചിരുന്നത്. പെരുന്നാളിന്റെ തലേ ദിവസം രാത്രി സ്ത്രീകൾ എല്ലാവരും ഒരുമിച്ചുകൂടി മൈലാഞ്ചി കൈകളിൽ അണിയും. അറബികൾക്കിടയിൽ മൈലാഞ്ചി പ്രചാരത്തിലായതിനു പിന്നിൽ മതപരമായ കാരണം കൂടിയുണ്ട്. മഷി കൊണ്ട് പച്ച കുത്തുന്നതും ടാറ്റു വടിക്കുന്നതുമൊന്നും ഇസ്ലാമിൽ പാടുള്ളതല്ല. ആ സ്ഥാനമാണ് മൈലാഞ്ചി ഏറ്റെടുത്തത്. ആദ്യമൊക്കെ മൈലാഞ്ചി ഇടാനുള്ളത് വീടുകളിൽ തന്നെ അരച്ചുണ്ടാക്കുമായിരുന്നു. ഇന്ന് അതൊക്കെ മാറി പലതരത്തിലുള്ള മൈലാഞ്ചികൾ വിപണിയിൽ ലഭ്യമാണ്. പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. പെരുന്നാളിനൊപ്പം പെരുന്നാൾ വിപണിയും സജീവമാണ്. ട്രെൻഡുകൾക്കൊത്ത് വിപണിയും മാറിക്കഴിഞ്ഞു. പുത്തനുടുപ്പും ചെരുപ്പുമൊക്കെ വാങ്ങാനായി കുട്ടികളും മുതിർന്നവരും ഒരുപോലെയാണ് മാർക്കറ്റുകളിലേക്ക് എത്തുന്നത്. പെരുന്നാൾ പ്രമാണിച്ച് മാർക്കറ്റുകളിൽ പതിവിലും ജനത്തിരക്കാണ്. പെരുന്നാളുകൾ എപ്പോഴും പലഹാരങ്ങളുടെയും നല്ല ഭക്ഷണത്തിന്റെയും ദിവസം കൂടിയാണ്. ഓരോ അടുക്കളയിലും വീട്ടുകാർ ഒത്തുകൂടി വർത്തമാനം പറഞ്ഞ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും പെരുന്നാളിന്റെ ഭാഗമാണ്. ഇന്ന് സമൂസയും ചിക്കൻ റോളും ഒക്കെ പെരുന്നാൾ സ്പെഷ്യലുകളാണ്. ഒപ്പം വിവിധ തരം പത്തിരികളും. ഓരോ പെരുന്നാളും ഓരോ കൂടിച്ചേരലുകളാണ്. വീടുകളിൽ നിന്ന് തറവാടുകളിലേക്കും പ്രവാസത്തിൽ നിന്ന് നാട്ടിലേക്കുമുള്ള തിരിച്ചുവരവ്. നമസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷം ബന്ധുക്കളെയൊക്കെ സന്ദർശിച്ച് ആശംസകൾ കൈമാറുന്നതും പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമാണ്. പുത്തൻ വസ്ത്രങ്ങൾക്കൊപ്പം നല്ല ഭക്ഷണവും ഒരുക്കി കുടുംബവും സൗഹൃദവും ഒക്കെ ഒരുമിക്കുന്ന ഒരു പെരുന്നാൾ കൂടി കടന്നുപോകുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.